ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു അടിപൊളി ചിക്കൻ കറി ആയിട്ടാണ് വന്നത്. ചിക്കൻ കറി എന്ന് പറയാൻ പറ്റില്ല, ചിക്കൻ്റെ ഫ്രൈ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി 2 മീഡിയം സൈസിലുള്ള സവാള നന്നായി നൈസായിട്ട് അരിഞ്ഞിട്ട് ഒരു ചീൻചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്കതൊന്ന് സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒഴിക്കുക കേട്ടോ. അപ്പോൾ സവാള ഒന്നെങ്കിൽ നമ്മൾ എടുത്ത് വെക്കണമെന്നില്ല, സൈഡിലേക്ക് നീക്കി വെച്ചാൽ മതി. എന്നിട്ട് സൈഡിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാനതെല്ലാം നീക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് സൈഡിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള പൊടികളിടാം. ഞാൻ കുരുമുളക് പൊടിയാണ് ആദ്യമായിട്ട് ഇടുന്നത്. കുരുമുളക് പൊടിയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. മുളക് പൊടി നമ്മളൊരു പേരിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ കുരുമുളക് പൊടി നിങ്ങളെ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇടാം. ഞാനിവിടെ 2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരു 2.5 സ്പൂൺ 3 സ്പൂൺ വരെ ഇടാം. ഞാനിവിടെ കുറച്ച് എരി കുറച്ചിട്ടാണ് ഇടുന്നത്. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി അത് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഒരു 1/2 സ്പൂണോളം തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ മുളക് പൊടി. മുളക് പൊടിയല്ല ഇതിൻ്റെ ടേസ്റ്റ് കുരുമുളക് പൊടീൻ്റെ ടേസ്റ്റാണ് ഇതിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് കളറിന് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അത് നല്ലോണം ഒന്ന് ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കണം. കുറച്ചും കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളെല്ലാം വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ല ഡാർക്ക് കളറാവും. നല്ല ഡാർക്ക് കളറായിട്ട് റെഡി ആയതിന് ശേഷം നമുക്ക് ഈ വഴറ്റി വെച്ച ഈ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഉള്ളിയിലേക്ക് ഈ വെളിച്ചെണ്ണയിലിട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഒന്ന് മിക്സായി വരണം. നല്ലോണം ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചിക്കൻ ഉണ്ടല്ലോ, ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഒരു 1/2 കിലോ ചിക്കനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ചിക്കൻ ഞാൻ ഒന്ന് വേവിച്ച് വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ഇടണേ. ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലെ മെയിനായിട്ട് ഞാൻ വെളുത്തുള്ളി ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇഞ്ചി മാത്രമേ ഇടുന്നുള്ളൂ. നന്നായി ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ ആ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ടോ. ഇതുപോലെ നല്ലോണം ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ഞാനൊന്ന് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വേവിച്ചതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. അതിൽ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ചിക്കൻ ഒരു വിസിൽ വെച്ച് വേവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിനി അങ്ങനെ വേവിക്കേണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ നേരിട്ടിട്ട് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ ഒന്ന് വെന്തോട്ടെ വെച്ചിട്ടാണ് ചിക്കൻ അതിലേക്ക് ഇട്ടത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ഡ്രൈ ആവണം. നമ്മൾ എത്രത്തോളം ഡ്രൈ ആക്കാൻ പറ്റുന്നോ അത്രത്തോളം ഡ്രൈ ആക്കി വരണം. കുറച്ചും കൂടി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇതുപോലെ ആവണം. അത് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വരണം. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ലാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ കഴിയാനാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് 1 സ്പൂണും കൂടി കുരുമുളക് പൊടി ഇതിലേക്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5-2 സ്പൂണൊക്കെ ഇടാം. അപ്പോൾ കുഴപ്പമില്ലാത്തവർക്ക് 2 സ്പൂണോളം ഇടാം. അപ്പോൾ കുരുമുളക് പൊടീൻ്റെ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് കുരുമുളക് പൊടിയും ചിക്കനൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഈ ചിക്കൻ ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കണം. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വെറൈറ്റി ചിക്കനാണ് ഞാൻ ഇന്നിവിടെ വെച്ചത്. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത അടിപൊളി ഒരു സംഭവമായിട്ടാണ് ഞാൻ വരുന്നത്. ഇതുപോലെ നമുക്ക് കോരിയെടുത്ത് നന്നായി ഞാൻ കുറച്ച് ചിക്കനേ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര ചിക്കനാണ് വെക്കുന്നത് അതിന് അളവിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടി വെക്കൂലെ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.